ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരിയും ആദ്യം തന്നെ കല്യാണിയെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ കല്യാണിയോട് സംസാരിക്കുന്നുണ്ട്. ബെഡ്റൂമിൽ ഇരുന്നിട്ട് കല്യാണിയും സരിയും സംസാരിക്കണം. അപ്പൊ സരി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കല്യാണി ഇപ്പോൾ നിനക്ക് എന്ന് പറയുമ്പോൾ, ഇവിടെ ഇരുന്നിട്ട് ബോറടിച്ചിട്ട് വയ്യ, ഇവിടെ ഈ മുറ്റവും ഈ വീടും തന്നെയല്ലേ, ഒന്ന് പുറത്തേക്ക് കിരണേട്ടനോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് അവിടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് നല്ല കാര്യമാണ് എന്ന് സരി പറയുന്നുണ്ട്. കല്യാണി പോരുന്നെങ്കിൽ ഞാനും കൂടെ പോരാം എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് നല്ലൊരു കാര്യമാണ്, എന്നാലും ഞാൻ കിരണേട്ടനോട് പറയാം, അങ്ങനെയാണെങ്കിൽ നാളെ തുടങ്ങി തന്നെ നമുക്ക് നടന്നാലോ, എനിക്കിപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ശരീരം വണ്ണം വെച്ച് വരികയാണ് എന്നിങ്ങനെ സരയി പറയുകയാണ്. എന്നാൽ നമുക്ക് ഒന്നിച്ച് പോകാം എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും സരി അപ്പം ചോദിക്കുന്നുണ്ട്, എല്ലാ കല്യാണി നാളെ തന്നെ പോകണോ? നിന്റെ സഹോദരൻ വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, അവൻ വല്ലതും ചെയ്താലോ, അവൻ അകത്തോട്ട് പോയതിന് ശേഷം നടക്കാൻ പോയാൽ പോരെ എന്നെങ്ങനെ സരി ചോദിക്കുമ്പോൾ, അവനൊന്ത് ചെയ്യാൻ, അവനൊന്നും എനിക്ക് പേടിയില്ല, പിന്നെ കിരണേട്ടൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നിങ്ങനെ കല്യാണി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയു വിക്രത്തിനെ കാണാൻ പോവുകയാണ്. അങ്ങനെ അവൾ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുകയാണ്, ഉറപ്പായിട്ടും നീ അതിന് മുൻകൈ എടുക്കണം, നീ എനിക്കൊരു അവസരം ഒരുക്കി തായോ, ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു. അവളുടെ വീട്ടിൽ പോയിട്ടൊന്നും അവളെ ആക്രമിക്കാൻ എളുപ്പമല്ല, പിന്നെ അവൾ പുറത്തിറങ്ങുന്നില്ലല്ലോ, അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്, അറിയാലോ, എനിക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ തിരിച്ചു പോകാനായിട്ട്, അതുകൊണ്ട് അതിനുള്ളിൽ നീ ഒരു അവസരം എനിക്ക് ഒരുക്കി തായും, അങ്കിളിന് പറ്റിയ പോലുള്ളൊരു അബദ്ധമൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കാം, ഞാൻ എന്തായാലും നിന്നെ വിവരം അറിയിക്കാം എന്ന് പറയാണ്. അല്ല സരയും, ഞാൻ അവരുടെ ശത്രുവാണെന്ന് അവർക്കറിയാം, പക്ഷേ നിന്നെ പിടിക്കപ്പെടാതെ നീ നോക്കണം, നിന്നെ പിടിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ അറിയാലോ കിരണ്ടേക്ക് ഒരു കാര്യം, അത് നിനക്ക് പിന്നെ ഒരു രക്ഷയും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയുമ്പോൾ, അത് തന്നെയാണ് ഞാൻ നീയുമായിട്ട് പോലും ഫോണിൽ കോണ്ടാക്ട് ചെയ്യാത്തത്, എനിക്ക് അത്രയ്ക്ക് പേടിയുണ്ട് എന്ന് സരയും മറുപടി പറയുകയാണ്. എന്തായാലും ഒരു അവസരം ഒരുക്കി തരാമെന്നും പറഞ്ഞ് സരയു അവിടെ നിന്നും പോരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കല്യാണി ചായ കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിരാവിലെ തന്നെ പ്രകാശൻ അണിഞ്ഞൊരു പുതിയ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് അങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ്, എവിടേക്കോ പോകുക എന്നുള്ള രീതിയിൽ. അച്ഛൻ ഇതെങ്ങോട്ടാ രാവിലെ തന്നെ എന്ന് കല്യാണി ചോദിക്കുന്നുണ്ട്. അതുമോളെ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. എവിടേക്ക് പുറത്തൊക്കെ പോകുന്നത്, പറഞ്ഞിട്ട് പോക്കൂടെ അച്ഛ എന്ന് ചോദിക്കുകയാണ്. പിന്നെ മോളെ അമ്മയെ കണ്ടിട്ട് കുറച്ചായില്ലേ, അമ്മയെ ഒന്ന് കാണണം എന്ന് പറയുകയാണ്. അമ്മൂമ്മയെ കാണാനാണോ, അമ്മൂമ്മയോട് പറഞ്ഞോളൂട്ടാ, അമ്മൂമ്മയുടെ പേരക്കിടാവ് പുറത്തിറങ്ങിയിട്ടുള്ള കാര്യം അത് ഞാൻ പറഞ്ഞുകൊണ്ട് മോളെ, എന്തായാലും എൻ്റെ അമ്മയ്ക്ക് അവനെ ഒരുപാട് സ്നേഹമായിരുന്നു, അവനൊന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കാത്തിരിക്കുന്ന കൂട്ടത്തിലായിരുന്നു, പക്ഷെ ഇപ്പോൾ അവനൊന്ന് മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറയുന്നുണ്ട്. മോൾക്ക് അപകടം പറ്റിയതിന് ശേഷം, കുത്തേറ്റതിന് ശേഷം അമ്മൂമ്മ ഒരുപാട് മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അതുകൊണ്ടൊക്കെ തന്നെയാണ് അച്ഛൻ ഞാൻ ഇത്രയും വേഗം റിക്കവറായി വന്നത് എന്നിങ്ങനെ കല്യാണി മറുപടി പറയുകയാണ്. എന്തായാലും ഒരു പക്ഷെ ഞാൻ കുറച്ച് വൈകിട്ടേ വരുള്ളൂ മോളെ എന്ന് പറയുമ്പോൾ, ശരി അച്ഛാ സൂക്ഷിച്ചു പോവെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ നിന്നും പ്രകാശം പോവുകയാണ്. അങ്ങനെ അതിനുശേഷം പ്രകാശം പോകുന്നത് വിക്രത്തിന് താമസിക്കുന്ന ആ വീട്ടിലേക്കാണ്. അങ്ങനെ ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കുന്ന വിക്രം കാണുന്നത് പ്രകാശിനെയാണ്. പ്രകാശിനെ കണ്ട് വിക്രം ഞെട്ടി നിൽക്കുകയാണ്. നിങ്ങളോ, ഇയാളെന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ മോൻ്റെ അച്ഛനല്ലേ എന്ന് പറയുകയാണ്. എൻ്റെ അച്ഛനോ, എനിക്കങ്ങനെ ഒരു അച്ഛനില്ല, താനിപ്പോൾ തൻ്റെ പെൺമക്കളുമായിട്ടല്ലേടോ ജീവിക്കുന്നത്, സുഖമായൊരു ജീവിതം, താൻ എൻ്റെ അച്ഛനാണെന്ന് പറയാൻ തനിക്ക് യോഗ്യതയില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രകടനമാണ് നമ്മുടെ വിക്രം അവിടെ കാഴ്ചവെക്കുന്നത്. അല്ല മോനെ, ഞാൻ മോനോട് കുറച്ച് സമയം ചെലവിടാൻ വേണ്ടി വന്നതാണ്, എനിക്ക് മോനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. താനൊരു കോപ്പം പറയണ്ടോ, താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടോ, താൻ എന്നോട് കാണേ വേണ്ട, സംസാരിക്കാൻ വേണ്ട, താൻ എങ്ങനെയാണോ അറിഞ്ഞത് ഞാൻ ഇവിടെ താമസിക്കുന്ന കാര്യം, അത് ശരി, എൻ്റെ താവളം കണ്ടെത്തിയിട്ട് മരുമകന് പറഞ്ഞു കൊടുക്കാനായിരിക്കുമല്ലേ എന്നെയും കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് രാഹുൽ അങ്കിളിനെയും പിന്നെ ഗംഗപ്രസാദിനെയൊക്കെ കൊന്നത് എനിക്കറിയാം എങ്ങനെയാണെന്ന്. ഇനി ഇപ്പോൾ എന്നെയും പിടിച്ചു കൊടുത്ത് തല്ലിച്ചതച്ച് ആ കാട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ട് മറ്റൊരു വാർത്ത ന്യൂസിൽ വരും, മൃഗങ്ങൾക്ക് മറ്റൊരുത്തൻ കൂടി ഇരയായി എന്ന്, അത് കണ്ട് സന്തോഷിക്കാനല്ലോ താൻ വന്നത് എന്ന് പറയുമ്പോൾ, താൻ ഇറങ്ങിപ്പോടോ എന്ന് പറയുകയാണ്. എല്ലാ മോനെ, ഇന്ന് മോൻ്റെ കൂടെ ഒരു ദിവസം കഴിയാൻ അച്ഛനൊരാഗ്രഹം, ഞാൻ മോനക്ക് ഭക്ഷണമൊക്കെ വെച്ച് തരാമെന്ന് പറയുന്നുണ്ട്. വേണ്ടടോ, തൻ്റെ ഒരു സ്നേഹം എനിക്ക് വേണ്ട എന്ന് പറയുകയാണ്.
താൻ തൻ്റെ പെൺമക്കളെ സ്നേഹിച്ച് ജീവിച്ചു, അവിടെയല്ലേ തനിക്ക് കൂറ് അപ്പോൾ ആ സമയത്ത് പ്രകാശ് എന്നാൽ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരാൻ മോനെ എന്ന് പറയുമ്പോൾ വേണ്ട, എന്നിട്ട് അതിൽ വിഷം കലക്കി കൊണ്ടുവരാനല്ലേ എന്നെ കൊല്ലാനായിട്ട്, താൻ ഇറങ്ങി പോടോ എന്ന് പറഞ്ഞിട്ട് അവന് ഷർട്ടിൻ്റെ കുത്തനെ പിടിച്ചിട്ട് അവന് അങ്ങനെ തട്ടിയിടുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രകാശനെ തട്ടി പ്രകാശനെ വീഴുകയാണ് കേട്ടോ. അങ്ങനെ ആ സിറ്റ് ഔട്ടിൽ അങ്ങനെ നമ്മുടെ വിക്രം ദേഷ്യം തീരാടെ വരുമ്പോൾ അവൻ്റെ ആ കാലുകൊണ്ട് നെഞ്ചിൽ നോക്കി ഒറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രകാശൻ ഭയങ്കര വേദന സഹിക്കാൻ പറ്റാതെ അങ്ങനെ അവിടെ കിടന്ന് പെടഞ്ഞ് പിന്നെ കുറച്ച് അല്പസമയത്തിനുള്ളിൽ അവൻ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ വാതിൽ കൊട്ടി അടയ്ക്കുകയാണ്. അങ്ങനെ വിക്രം അവിടെ ഉള്ളിലിരുന്നിട്ട് ആലോചിക്കുന്നുണ്ട്, ഇയാളെന്നാൽ എങ്ങനെയാ ഞാൻ താമസിക്കുന്ന വീട് കണ്ടുപിടിച്ചത്, ഇനി അത് പടിയാവോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചങ്ങ് നിൽക്കുകയാണ്. നമ്മുടെ പ്രകാശനാണെങ്കിൽ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ 2 വീലറിൻ്റെ അരികിലേക്ക് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും വിക്രത്തിൻ്റെ വാതിൽ, അതായത് താമസിക്കുന്ന വാതിൽ ബെല്ലടിക്കുകയാണ്. അപ്പോൾ ബെല്ലടിക്കുക വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരന്മാരാണ്. നിങ്ങളായിരുന്നു വായു എന്ന് പറഞ്ഞു, ഇപ്പം തന്നെ ഒരാൾ വന്നിരുന്നു, എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ, അയാൾ എനിക്ക് സഹായമൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം വിശ്വസിക്കരുത് വിക്രമ, നീ അയാൾ ഒട്ടും വിശ്വസിക്കരുത്, അയാൾ നിൻ്റെ പെങ്ങന്മാർക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്, നിന്നെ അപകടപ്പെടുത്താൻ വന്നതായിരിക്കും, അതെനിക്കറിയാടാ എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്. അങ്ങനെ എന്താ ഈ സാധനങ്ങൾ, കുപ്പി കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ കുപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സമാധാനമായി. എന്തായാലും അവരെയൊക്കെ ഇനിയിപ്പോൾ അയാൾ താവളം അറിഞ്ഞ നിലയ്ക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം പ്രകാശനാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് തൻ്റെ ഫോൺ എടുത്തിട്ട് കല്യാണിക്ക് വിളിക്കുകയാണ്. അപ്പോൾ കല്യാണി ഫോൺ എടുത്ത് എന്താ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ മോളെ ഞാൻ ഇന്ന് വരില്ല കേട്ടോ, ഞാൻ ഇന്നിവിടെ ഈ സായാഹ്നത്തിൽ അമ്മൂമ്മയുടെ ഒപ്പം കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നു. അപ്പോൾ ശരി അച്ഛാ ശ്രദ്ധിക്കണേ എന്ന് പറയാണ്. അപ്പോൾ ആ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പ്രകാശം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ സരയുവാണെങ്കിൽ ഇവിടേക്ക് കിരണിൻ്റെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു കയ്യിലൊരു പ്ലാൻ വരച്ചത് കൊണ്ടാണ് വരുന്നത്. അത് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, കിരൺ എങ്ങനെയുണ്ട് ഇത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീ വരച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട്. ഇത് ഹരിസാറിനെ കാണിച്ചു കൊടുത്തില്ലേ, ഹരിസാറിനെ ആയിട്ടുണ്ടായിരുന്നില്ല കാണിച്ചു കൊടുത്തു, പിന്നെ ഹരിസാറിന് തിരക്ക് വന്ന് സൈറ്റിലോട്ട് പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് 10 സെൻറ്റ് സ്ഥലമാണുള്ളത്, പിന്നെ 3000 സ്ക്വയർ ഫീറ്റിലൊരു വീടും, പിന്നെ അവർക്ക് ചുറ്റിലും മുറ്റം ഇത്തിരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അതിനനുസരിച്ച് ചുരുക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പം ഇത് നല്ല പ്ലാനാണ്, കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും ഈ പ്ലാനുമായി മുന്നോട്ട് പൊക്കോ എന്ന് കിരൺ സരയിനോട് പറയുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുകയാണ് എന്തായാലും നമുക്ക് നിനക്ക് ഇനിയിപ്പോൾ ഈ കമ്പനിക്ക് നിന്നെ ആവശ്യമല്ല വേണ്ടത്, ശരിക്കും നിന്നെയാണ് ആവശ്യം, പക്ഷെ ഞങ്ങൾക്ക് നിന്നെയല്ല ആവശ്യം എന്നിങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും നീ ഇനി ഇവിടെ നിന്ന് പിണങ്ങി പോയി കഴിഞ്ഞാലും നിനക്ക് നിൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഇതുണ്ട്, നിനക്ക് അതിനുള്ള കഴിവൊക്കെ ആയിട്ടുണ്ടെന്ന് പറയാണ്. അതിനാരാ കിരണെ പിണങ്ങി പോകാൻ പോകുന്നത്, എനിക്കെന്നും നിൻ്റെ തണലിൽ കഴിയാനാണ് ആഗ്രഹം, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇനി ജീവിതകാലം മുഴുവൻ സങ്കടപ്പെടേണ്ടി വരില്ല സരയു എന്ന് ഇങ്ങനെ കിരണും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.